സിദ്ധു, എന്തെങ്കിലും അമ്മോ അശ്വിനോ നീ അവളെ സ്നേഹിച്ചതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു കാരണമുണ്ടായിരുന്നുവെന്നറിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? തരുൺ അവനോട് പറഞ്ഞതും അവൻ സംശയത്തോടെ തരുണിനെ നോക്കി. ഇപ്പൊ അമ്മ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ഒരുപാട് മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നീ ആദ്യം കാണിച്ചത് ചതിയായിരുന്നു എന്ന് അവൾക്ക് എന്തെങ്കിലും മനസ്സിലായാൽ അവൾ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വെറുക്കാൻ ശ്രമിക്കും. ഇത് നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സിദ്ധു? വാശിക്ക് അവളെ നീ സ്നേഹിച്ച് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ അവളില്ലാതെ നിനക്ക് പറ്റില്ലെന്ന് നിനക്കും അറിയാം. അങ്ങനെ പരസ്പരം നിങ്ങൾ തമ്മിൽ അഡിക്റ്റ് ആയിട്ടുണ്ട്. അവളില്ലാതെ നിനക്കും നീയില്ലാതെ അവൾക്കും ഇപ്പോൾ ജീവിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് അല്ലേ? തരുൺ അവനെ നോക്കി ചോദിച്ചതും അവനാണെന്ന് തലയാട്ടി. സിദ്ധിമോളുടെ മരണത്തിന് കാരണമായവനെ നമുക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. സിദ്ധിമോളുടെ മരണം ഒരുപക്ഷെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നിരിക്കാം. പക്ഷേ അവൾ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു. അതാരെന്നുള്ള ചോദ്യമാണ് നമുക്ക് മുൻപിലുള്ളത്. അതിൻ്റെ ഉത്തരം വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അശ്വിൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിദ്ധി അവൻ്റെ അടുത്ത് ആദ്യമായിട്ടും അവസാനമായിട്ടും സംസാരിച്ചത് അവളുടെ മരണ ദിവസമായിരുന്നു. അതും അശ്വിനോട് മറ്റൊന്നും തന്നെ സംസാരിക്കാതെ, അവളുടെ ഉള്ളിലുള്ള ഇഷ്ടം പോലും തുറന്നു പറയാതെ വെറും ഒരു സോറി മാത്രമാണ് പറഞ്ഞത്. അതെന്തിനായിരുന്നു? അവനോട് അവൾ സോറി പറയണമെങ്കിൽ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അന്ന് തന്നെ അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയൊക്കെ കൂട്ടിയും കിഴിച്ചും നോക്കിയാലും അശ്വിൻ അവളുടെ മരണമായോ അവൾക്ക് പറ്റിയ സംഭവമായോ യാതൊരു ബന്ധവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തരുൺ അവൻ്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം സിദ്ധുവിനോട് പറഞ്ഞു. സിദ്ധുവിനും അതൊക്കെ സത്യമാണെന്ന് തോന്നി. ഒന്നും അറിയാത്ത പാവമായ അശ്വിനെ തെറ്റിദ്ധരിച്ചതിൽ അവന് വിഷമവും തോന്നി. എടാ, ചെയ്തതൊക്കെ തെറ്റായി പോയതുപോലെ തോന്നുക. എൻ്റെ അമ്മുവിനെ ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. അവൾ എന്നെ വിട്ടുപോയാൽ പിന്നെ സിദ്ധു ഉണ്ടാവില്ല. ഇത് വിഷമത്തോടെ തരുണിന്റെ മുഖത്തേക്ക് നോക്കി. സിദ്ധു, ചിലപ്പോൾ അമ്മുവിനെ നിനക്ക് കിട്ടാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന നിയോഗമുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതും അമ്മു നിന്റെ ജീവിതത്തിലേക്ക് വന്നതും. തരുൺ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ മറ്റൊരിടത്ത്, വൺസ് മോർ ബേബി, അവൾ അവൻ്റെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. ദിസ് ഈസ് സെക്കൻഡ് ടൈം. ഇനി ഈവനിങ്. അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി. അവൻ ബെഡ്ഷീറ്റ് എടുത്ത് ശരീരത്തിലേക്ക് ഇട്ടിട്ട് ബെഡിലേക്ക് ചാരിയിരുന്നു. അവൾ പുതപ്പ് ചുറ്റിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നിനക്കിപ്പോൾ എന്നോട് പഴയ പോലെ താല്പര്യമില്ലാത്തതുപോലെ തോന്നുക. എന്താ കാര്യം? എന്നെ മടുത്തോ? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് ടേബിളിലിരുന്ന മധ്യ ഗ്ലാസ് എടുത്ത് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. സിദ്ധിയുടെ ഒപ്പം വരില്ല നീയൊന്നും. അവളായിരുന്നു പെണ്ണ്, ഒരിക്കലും മടുക്കാത്ത പെണ്ണ്. ഷീസ് ആൻ ഏഞ്ചൽ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷീസ് നോ മോർ. പക്ഷെ പോകുന്നതിന് മുൻപ് നല്ലൊരു മെമ്മറി നിന്നിട്ട് അവൾ പോയത്. അവളിൽ നിന്നും ആഗ്രഹിച്ചത് ഞാൻ സ്വന്തമാക്കി. ഒരിച്ചിരി സ്നേഹം കാണിച്ചപ്പോൾ പെണ്ണങ്ങ് വീണുപോയി. അവൻ എന്തോ ഓർത്തതുപോലെ വന്യമായി മുഖത്തോടെ പറഞ്ഞതും അവൾ നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അശ്വിൻ അമ്മുവിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നു. അവരെ കാത്തുന്ന പോലെ അവരുടെ മമ്മി സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അമ്മു അവരെ ശ്രദ്ധിക്കാതെ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. അശ്വിൻ ബൈക്ക് ഒതുക്കി വെച്ചിട്ട് സിറ്റൗട്ടിലേക്കും കയറി. നീ അമ്മുവിനെ കൊണ്ട് എവിടേക്ക് പോയതാ? കുറേ നേരം ആയല്ലോ പോയിട്ട്, അവർ സംശയത്തോടെ ചോദിച്ചു. മമ്മിയോട് പറഞ്ഞിട്ടല്ലേ പോയത് പുറത്തേക്ക് പോവുകയാണെന്ന്? പിന്നെന്താ? പിന്നെ ഒരിടത്ത് പോകുമ്പോൾ കൃത്യസമയമൊന്നും പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവനെ കുറച്ച് ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു. അതിന് നീ എന്തിനാ ഇവിടെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എവിടേക്ക് പോയതാണെന്നല്ലേ ചോദിച്ചുള്ളൂ. ഇത്ര നേരിട്ട് നിങ്ങളെ കാണാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിരുന്നത് പോലും. അവർ മറുപടി പറഞ്ഞു. അവളുടെ മനസ്സ് ശരിയല്ലെന്ന് തോന്നി. അപ്പോൾ വെറുതെ ഈ വീട്ടിനകത്ത് അടച്ചുകൂത്തിയിരിക്കാതെ അവളെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോകണമെന്ന് തോന്നി. അങ്ങനെ പോയതാ. പപ്പ വന്നില്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല, വന്നില്ല. അവർ മറുപടി പറഞ്ഞതും അവനൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറാനായി തുടങ്ങി. അശ്വിൻ, അവർ വിളിച്ചതും അവൻ നിന്നു. പിന്നെന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ തിരിഞ്ഞു നോക്കി. നീയും അവൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുവാണോ? അവർ സംശയത്തോട് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. അവൻ നെറ്റിച്ചുളിച്ചു. ആ പയ്യനുമായിട്ടുള്ള അവളുടെ ഇഷ്ടം നീയും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുവാണോന്ന്. അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ സംശയത്താൽ ചോദിച്ചു. അത് തെറ്റാണെന്ന് മമ്മി എന്തുകൊണ്ടാണ് പറയുന്നത്? അതിലെന്ത് തെറ്റാ മമ്മി കണ്ടത്? ആ സാറിന് ആരുമില്ലെന്നുള്ളതോ? അതോ ആ സാർ അന്യജാതിക്കാരനായിപ്പോയതോ? അതോ അയാൾ പണക്കാരനായിപ്പോയതോ? ഇതിലെന്താ തെറ്റ്? അവൻ തിരികെ ചോദിച്ചു. നീ ഇതിലൊരു തെറ്റും കാണുന്നില്ലേ? എനിക്കിതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റും കാണുന്നില്ല. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ജാതിയും മതവും പണവും ഒന്നും നോക്കിയിട്ടല്ല. മനസ്സുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അശ്വിൻ അതും പറഞ്ഞ് കയറിപ്പോയി. മുറിയിലേക്ക് വന്ന അമ്മ ഡ്രസ്സ് മാറിയിട്ട് സിദ്ധു അവൾക്ക് കൊടുത്ത ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി. ആ ഫോൺ വാങ്ങിയതിന് ശേഷം അവർ രണ്ടുപേരും കൂടി കാറിലിരുന്ന് അതിൽ സെൽഫി എടുത്തിരുന്നു. അവൾ ആ ഫോട്ടോസ് ഓരോന്നും നോക്കി ചിരിക്കാൻ തുടങ്ങി. എൻ്റെ ഒപ്പം അവൾ എത്ര സന്തോഷവതിയായിരുന്നു എന്ന് ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതും അവൾ ചിരിയോടെ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. അബേട്ടാ. അവൾ ഫോൺ എടുത്ത പാടെ അവനെ വിളിച്ചു. അമ്മോ, വീട്ടിൽ ചെന്നോ? വന്നോ ബേട്ടാ? അവൾ ചിരിയോടെ പറഞ്ഞു. മമ്മി എന്തേലും പറഞ്ഞോ? വഴക്കോ മറ്റോ? അവൻ വീണ്ടും ചോദിച്ചു.
ഉഹും, ഞാൻ മിണ്ടാൻ പോയില്ല. അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി. നീ കഴിച്ചോ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, ഏട്ടൻ കഴിച്ചോ? അവൾ തിരികെ അവനോട് ചോദിച്ചു. ഇല്ലടാ, കഴിക്കണം. നീ പോയി കഴിക്കുക കേട്ടോ. ഞാൻ നിങ്ങളങ്ങ് വീട്ടിൽ ചെന്നോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഇനി രാത്രി വിളിക്കാട്ടോ. അപ്പോൾ നമുക്ക് സംസാരിക്കാം. അവൻ പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. അന്ന് രാത്രിയിൽ പപ്പേ, എനിക്ക് പപ്പയോട് സംസാരിക്കണം. സിറ്റൗട്ടിലെ കസേരയിലിരിക്കുന്ന അവരുടെ പപ്പയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ പറഞ്ഞു. അയാൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് പറയാനുള്ളത് നമ്മുടെ അമ്മമ്മോളുടെ കാര്യമാണ്. അവൻ അയാളെ നോക്കി പറഞ്ഞു. അമ്മമ്മോളുടെ കാര്യത്തിൽ ഇപ്പോഴും മമ്മിയും പപ്പയും അതുപോലെ തന്നെ നിൽക്കുവാണോ? അവൻ സംശയത്തോട് ചോദിച്ചു. പിന്നെ ഞങ്ങൾ എന്ത് വേണമെന്ന് അശ്വിൻ നീ പറയുന്നത്? അവളോട് നിനക്ക് അന്ധമായ സ്നേഹമുണ്ടെന്നുള്ളത് സത്യ. പക്ഷേ എന്ന് കരുതി അവളുടെ എല്ലാ വാശിയും നമ്മളങ്ങ് ചെയ്തു കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ? അയാൾ തിരികെ തൻ്റെ മകനോട് സംശയത്തോടെ ചോദിച്ചു. പപ്പേ, അവൾ എന്ത് വാശി കാണിച്ചെന്നായി പറയുന്നത്? ഒരാളെ ഇഷ്ടപ്പെടുന്ന അത്രയും വലിയ തെറ്റാണോ? അവൾ അത്രയും ആ സാറിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അയാളും അത്രയും സ്നേഹം അവൾക്ക് കൊടുത്തിട്ടായിരിക്കില്ലേ? അപ്പോൾ അത്രയും സ്നേഹം കൊടുക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ബലമായി അവളെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവൾ സ്നേഹിക്കുന്ന ആളിനോടൊപ്പം തന്നെ അവളെ സ്നേഹിക്കാൻ വിടുന്നത്? അവൻ പറഞ്ഞതും അയാൾ സംശയത്തോടെ നോക്കി. പപ്പേ, ഞാൻ പറയുന്നത് പപ്പ സമാധാനമായിട്ട് കേൾക്കണം. അവൾക്ക് ആ സാറെന്ന് വെച്ചാൽ ജീവനാ, അയാൾക്ക് അമ്മുവിനെയും. അതെനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പരസ്പരം അവരല്ലേ ജീവിക്കേണ്ടത്? അമ്മുവിനെ ഇപ്പോൾ നമ്മൾ ആ ബന്ധത്തിൽ നിന്നും തിരിച്ചു നിരിക്കട്ടെ. അവൾക്ക് മറ്റൊരു ബന്ധം നമ്മൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ജീവിതകാലം മുഴുവൻ അവളെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും സ്നേഹിക്കുന്ന ആ സാറിൽ നിന്ന് അവളെ തിരിച്ച് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിന് പിന്നെ എന്തർത്ഥം ഉള്ളത്? അങ്ങനെ ചെന്ന് കയറി അയാളുടെ ജീവിതത്തെ സന്തോഷമാക്കാൻ ഇവൾക്ക് സാധിക്കുമോ? നല്ലൊരു ജീവിതം കൊടുക്കാൻ ഇവൾക്ക് പറ്റുമോ? ഇവളിനി മറ്റൊരാളെ ഇതുപോലെ സ്നേഹിക്കുമെന്ന് പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരാളെ മനസ്സിൽ വെച്ച് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയോ പപ്പേ? പപ്പ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ പറഞ്ഞതും അയാൾ സംശയത്തോടെ അവനെ നോക്കി. അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് ചെന്ന് അയാളുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ തന്നെ ജീവിക്കുന്നത്. ഇപ്പം ജാതി മതവും പണവും ഒക്കെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? അവളുടെ സന്തോഷമല്ലേ പപ്പേ നമുക്ക് വലുത്. ജാതി മതവും പണവും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്തിനാ? എല്ലാം വേണം. പക്ഷെ മനുഷ്യന് ആദ്യം വേണ്ടുന്നത് സന്തോഷവും സമാധാനവുമാണ്. അത് സ്നേഹമുള്ള സ്ഥലത്ത് നിന്നേ ഉണ്ടാവുള്ളൂ. അവൻ പറഞ്ഞു നിർത്തി. അശ്വിൻ, എൻ്റെ മകളെപ്പറ്റി ഞാൻ ചിന്തിക്കാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും എൻ്റെ മനസ്സിൽ കൂടിയും കടന്നു പോയതാ. ഇതൊക്കെയും എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ, അവരുടെ അത്രയും പണത്തിൻ്റെ പകുതി പോലും നമ്മുടെ കയ്യിലില്ല. അവളെ വെറും കൈയോടെ നമുക്ക് പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ. അയാൾ വിഷമത്തോടെ പറഞ്ഞു. അങ്ങനെയൊക്കെ എന്തിനാ പപ്പി ചിന്തിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച് കൊടുത്തില്ലെങ്കിൽ പോലും ആ സാർ അവളെ കൊണ്ടുപോകും. അങ്ങനെ പോയാലും അവളൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. മറ്റുള്ളവരുടെ മുമ്പ് ഈ നാണം കെട്ട് അങ്ങനെ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാ നമ്മളായിട്ട് തന്നെ ആ സാറിന് അവളെ കൊടുക്കുന്നത്. ആ സാറിന് മറ്റൊന്നും വേണ്ട. നമ്മുടെ അമ്മുവിനെ മാത്രം ആ സാർ ഇഷ്ടപ്പെട്ടത്. നാട് മുഴുവൻ അറിഞ്ഞ് കല്യാണം നടത്തി അവളെ ആ സാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്? പിന്നെ അവരുടെ ലൈഫല്ലേ. നാളെ നമ്മൾ അവളെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അമ്മമ്മോള് നമുക്കെതിരെ തിരിയില്ലേ? നമുക്കത് സഹിക്കാൻ പറ്റുമോ? ആകുമ്പോൾ അവൾ തിരഞ്ഞെടുത്ത വഴിയാ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും അവളത് സോൾവ് ചെയ്തോളും. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ അപ്പേ. നമുക്ക് ആ സാറിന് തന്നെ നമ്മുടെ അമ്മമ്മോളെ കൊടുക്കാം. അവൻ പറഞ്ഞതും അയാൾ തലയാട്ടി. നീ ആ സാറിനോട് സംസാരിച്ചിട്ടുണ്ടോ? അമ്മ അയാളെ സ്നേഹിക്കുന്നത് പോലെയാണോ അയാൾ അവളെ സ്നേഹിക്കുന്നത്? അയാൾ സംശയത്തോട് ചോദിച്ചു. അതെ പപ്പേ, ഒരുപക്ഷെ നമ്മുടെ അമ്മമ്മോളെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ആ സാറ് അമ്മുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചപ്പോഴൊക്കെയും ആ സാർ എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും നിങ്ങളെ രണ്ടുപേരെയും ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണമെന്നാ. വിളിക്കുമ്പോഴൊക്കെ ആ സാറിന് അത് മാത്രമേ പറയാനുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ അമ്മമ്മോളെ എത്രത്തോളം ആ സാർ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്ന്? അവൻ അയാളെ നോക്കി പറഞ്ഞു. എങ്കിൽ അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞങ്ങളിനി എതിര് നിന്നൊന്നും വേണ്ട. അയാൾ തിരികെ പറഞ്ഞു. പപ്പ മനസ്സില്ലാ മനസ്സോട് അങ്ങനെ സമ്മതിക്കണ്ട. നല്ലതുപോലെ ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മോളുടെ സന്തോഷം വലുതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവൻ തിരികെ പറഞ്ഞു. അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ 2 ദിവസം അവളുടെ മുഖം പപ്പ ശ്രദ്ധിച്ചോ? അവൾ 2 ദിവസം കൊണ്ട് തന്നെ ആകെ വല്ലാതായിരിക്കുന്നു. നമ്മുടെ അമ്മുവിനെ നമ്മൾ അങ്ങനെ കാണാനാണോ പപ്പ ഇഷ്ടപ്പെടുന്നത്? അല്ലല്ലോ. അവൾ എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനല്ലേ പപ്പേ നമുക്ക് ആഗ്രഹം. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ എന്ത് ചിന്തിച്ചാലെന്താ? അവൻ എല്ലാ കാര്യങ്ങളും അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അയാൾക്കും അവൻ പറയുന്നത് കേട്ടിട്ട് ശരിയാണെന്ന് തോന്നി. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു കാര്യം ചെയ്, നാളെ ആ സാറിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. നമുക്ക് സംസാരിക്കാം. അമ്മമ്മോളെ അയാൾക്ക് തന്നെ കൊടുത്തേക്കാം. അവൾക്കും അത് തന്നെയല്ലേ സന്തോഷം. അവളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അയാൾ പറഞ്ഞതും അശ്വിന് സന്തോഷമായി. പപ്പ നിറഞ്ഞ മനസ്സോടെ തന്നെയല്ലേ പറയുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. അതെ, എനിക്ക് എൻ്റെ മോളുടെ സന്തോഷമാണ് വലുത്.
അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു. ആ സന്തോഷവാർത്ത പറയാൻ അവൻ അമ്മുവിൻ്റെ മുറിയിലേക്ക് ചെന്നതും കുഞ്ഞു കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അമ്മുവിനെയാണ് കണ്ടത്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളുടെ നെറുകയിലൊന്ന് തലോടിയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. പിന്നെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അമ്മുമ്മോൾക്കൊരു സർപ്രൈസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ പറയുന്നത് കേട്ടതും അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് സംശയത്തോടെ അവനെ നോക്കി. എന്ത് ചേട്ടായി? അവൾ സംശയത്തോടെ ചോദിച്ചു. സമ്മതിച്ചു നിങ്ങളുടെ വിവാഹത്തിന്. സാറിനോട് നാളെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അശ്വിൻ അത് പറഞ്ഞതും അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അശ്വിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു.